ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെബ് സീരീസ് ബൃന്ദ എന്നുള്ള വെബ് സീരീസ് ആണ്. കഴിഞ്ഞ ദിവസം സോണി ലൈവിൽ കൂടെ റിലീസായ ഒരു വെബ് സീരീസ്. ബൃന്ദ തൃഷ കേന്ദ്ര കഥാപാത്രത്തില്, ഇന്ദ്രജിത്ത് നല്ലൊരു വേഷത്തിലും എത്തുന്ന ഒരു വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആണ്. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് ഈ വെബ് സീരീസിനെ പറ്റി പറയാനില്ല. ഒരുപാട് ബ്ലണ്ടറും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വെബ് സീരീസ് ആണ്. വൺ ടൈം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അത് മാത്രമാണ് ഈ വെബ് സീരീസിനെ പറ്റി നമ്മൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ. പിന്നെ ഈ വെബ് സീരീസിന്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷെങ്കിൽ ഇതിന്റെ ലെങ്ത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നും. 40 മിനിറ്റ് വെച്ചിട്ട് 8 എപ്പിസോഡുകൾ ഈ വെബ് സീരീസിന് ഉണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാവില്ല അതിന്റെ ലെങ്ത് കാര്യങ്ങൾ. അത്രയും ലെങ്തിൽ എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഒരു 6 എപ്പിസോഡിനകത്ത് നമുക്ക് ആ ഫുള്ള് സ്റ്റോറിയും പറഞ്ഞ് സീസൺ 1 കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. എങ്കിലും നമ്മള് തൃഷയുടെ പെർഫോമൻസും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ബെറ്റർ ആണ്. കാണുന്നവര് മലയാളം ലാംഗ്വേജ് കാണാതിരിക്കാൻ നോക്കുക. മലയാളം തമിഴും ഡബിങ് അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. തെലുങ്ക് വെബ് സീരീസ് ആണ്. ഞാൻ മലയാളത്തിലാണ് കണ്ടേ. അതിന്റെ ഒരു ഇതും കൂടി നമുക്കുണ്ടായിരുന്നു. ഡയലോഗ് കാര്യങ്ങളെല്ലാം നല്ല ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വെബ് സീരീസിൽ ഒരുപാട് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എങ്ങോട്ടാ സ്റ്റോറി പോകുന്നത്, എങ്ങനെയാണെന്നുള്ളതെല്ലാം മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 4-ാമത്തെ എപ്പിസോഡിൽ മെയിൻ വില്ലനെ റിവീൽ ചെയ്യും. പിന്നെ അവരുടെ ബാക്ക് സ്റ്റോറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും വൺ ടൈം വാച്ചബിൾ. പിന്നെ ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ 2 എപ്പിസോഡ്. അവസാനത്തെ 2 എപ്പിസോഡിലെ ആ ഒരു പ്ലോട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വിശ്വാസിയും അവിശ്വാസികളും തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെ നമുക്ക് വേണമെങ്കിൽ ഈ വെബ് സീരീസിനെ കാണാം. അപ്പം നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.